നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അവിടെ നടക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഡെവലപ്മെൻറ്റുകൾ ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് IFF പുതിയൊരു കാര്യം അവതരിപ്പിക്കുന്നു. എന്ത്? പേരുമാറ്റൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഇത് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത്, AFFന് പകരം FFB എന്നാക്കാൻ പോകുന്നു. ഈ കാര്യം മാർക്കസ് മറുകലാവൊക്കെ റിപ്പോർട്ട് ചെയ്തു. ആശിഷ് നെഗി വളരെ രസകരമായിട്ട് അതിനെ കളിയാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് AFF ഹാവ് ഫൈനലി ഫൗണ്ട് ദി ഗോൾഡൻ ഫോർമുല ടു ഫിക്സ് ഓൾ ദി പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒടുവിൽ AFF ഒരു സുവർണ സമവാക്യം അല്ലെങ്കിൽ ഫോർമുല കണ്ടെത്തിയിരിക്കുകയാണ്. അതെന്താ? ചേഞ്ച് ദി നെയിം ഓഫ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ടു ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത്. പ്രോബ്ലം സോൾവായി. 2030 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ ക്വാളിഫിക്കേഷൻ ഇതാ ലോഡിംഗ് ആണെന്ന്. എന്തൊക്കെ പ്രഹസനമാണെന്നോ നടത്തുന്നത്. വല്ലാത്ത ആദി. ഇവിടെ കഴിഞ്ഞ തവണ ലീഗ് മര്യാദക്ക് നടത്താൻ പോലും പറ്റിയിട്ടില്ല. സിംഗിൾ റൗണ്ട് മത്സരങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി അവസാനിപ്പിച്ചാണ്. ഇപ്പോൾ പേരുമാറ്റൽ ഡ്രാമയുമായിട്ട് വരുന്നു. എന്തായാലും അതങ്ങനെ നടക്കട്ടെ. അതോടൊപ്പം തന്നെ മാർക്കസ് മർഹുല ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ISL, ഇനിയിപ്പോൾ ISL ആവില്ലല്ലോ, അതിനി ഭാരത് സൂപ്പർ ലീഗ് എന്നാവുമോ അറിയില്ല. എന്തായാലും ISLൻ്റെ കിക്ക് ഓഫ് സെപ്റ്റംബർ 4 എന്ന് ജനറൽ ബോഡി മെമ്പേഴ്സിനോട് AFF അറിയിച്ചിരിക്കുന്നു. അതായത് ഇനിയിപ്പോൾ പുതുതായിട്ട് പേര് മാറി വരുമ്പോൾ ഈ AFF എന്നുള്ളത് മാറും. ഏതായാലും ഇപ്പോൾ AFF അന്ന് ജനറൽ ബോഡിയിൽ മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 4 2026-27 ISL ആരംഭിക്കും എന്നാണ്. അപ്പോൾ ഒരു ഫൈനൽ ഡേറ്റ് ഫിക്സ്ഡ് ആയി എന്ന് വേണം കരുതാൻ. അതുപോലെ ISLൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് അടുത്ത ആഴ്ചയാണ് തീരുമാനിക്കുന്നത്. AFF ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ജീനിയസ് സ്പോർട്സിൻ്റെ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ടാണ്. അത് ISL മാനേജിങ് കമ്മിറ്റിയുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് അവർ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിൽ ISL മാനേജിങ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇൻവോൾവിങ് ക്ലബ്സ് ആൻഡ് 3 IFF ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും ഈ ഒരു മാനേജിങ് കമ്മിറ്റിയിൽ. ഏതായാലും കാര്യങ്ങൾ നല്ല രൂപത്തിൽ പുരോഗമിക്കട്ടെ. ഇത്തവണ നടന്ന പോലെ തട്ടിക്കൂട്ട് പരിപാടിയല്ലാത്ത നല്ല മികച്ചൊരു ലീഗ് തന്നെ അടുത്ത സീസണിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.